ഇന്നിപ്പോൾ ഈ സുന്ദരിപ്പൂക്കളെ കാണുന്നതിനോടൊപ്പം തന്നെ കുറച്ചധികം തന്നെ വളർന്നു നിൽക്കുന്ന ബൊഗേൻ വില്ലാസ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നതും ഹാങ്ങിങ് പോട്ടിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നതും അതിന് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പോട്ടി മിക്സും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. ഏകദേശം ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു മാസത്തോളമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും എനിക്കും വയ്യായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല, ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഒരു മാസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. എങ്കിലും നമ്മളുടെ ബൊഗേൻ വില്ലാസൊക്കെ നോക്കി നല്ല പൂത്തുലഞ്ഞ് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ വളങ്ങളൊക്കെ ചേർത്തിരുന്നത് കൊണ്ടാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ പൂവുണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസമായിട്ട് ചെടികൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലായിരുന്നു. എങ്കിലും പൂക്കളം നോക്കി നല്ല ഭംഗിക്ക് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 ബൊഗേൻ വില്ലാസ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനുശേഷമാണ് ഈ വയ്യായികയൊക്കെ വന്നത്. നോക്കി ഈ ഡബിൾ കളേഴ്സിലെയാണ് കേട്ടോ പൂക്കൾ. എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ബാൽക്കണിയിൽ മാത്രമല്ല ഏറ്റവും മേളിലും വരെ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ബൊഗേൻ വില്ലാസ് തന്നെയാണ് നമുക്കുള്ളത്. അപ്പോൾ എനിക്ക് സ്റ്റെയർ ഒന്നും കയറാനുള്ള ആ ഒരു സാഹചര്യം അല്ലാതിരുന്നത് കൊണ്ട് ഇടയ്ക്ക് എൻ്റെ മകനൊക്കെയാണ് കേട്ടോ നനച്ചു കൊടുത്തത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ചെടികളെ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പൂക്കൾ ഉണ്ടായതിനു ശേഷം അടുത്ത വളം ചേർത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വളർന്നു നിൽക്കുന്ന കൊമ്പുകളും കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം ഓക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം വളർന്നു നിൽക്കുന്ന കൊമ്പാണേ. ഇതൊന്ന് നമുക്ക് പോട്ടിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് വളർന്നു നിൽക്കുന്നതിൻ്റെ കൊമ്പുകൾ മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. കൊമ്പുകൾ മാത്രമല്ല കേട്ടോ, കണ്ടില്ലേ, നല്ല രീതിക്ക് തന്നെ പുല്ലും പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൂടുതൽ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്ന ചെടികൾക്കാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ പുല്ല് പിടിക്കുന്നത്. എന്തായാലും കൊമ്പൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് കയറിയതല്ലേ. അപ്പൊ കൂട്ടത്തിൽ പുല്ലും കൂടി ഒന്ന് പറിച്ചു കളയുന്നുണ്ട് കേട്ടോ. പുല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്നതാണ് കേട്ടോ ഈ ഒരു പച്ച എന്ന് പറയുന്നത്. എങ്ങനെയാ വന്നേന്ന് അറിയില്ല, ഇവിടെ ഹാങ്ങിങ്ങിൽ വരെ ഈ ഒരു പച്ചയാണ് പടർന്നു പിടിച്ച് കിടക്കുന്നത്. കുറച്ച് നാള് മുന്നേ വളങ്ങളൊക്കെ ചേർത്തിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ടേ. താഴെ നിന്നിരുന്ന ചെടികൾക്കാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് വളം ചേർത്ത് കൊടുത്തത്. അതുകൊണ്ടാണ് അതിൽ നല്ല പോലെ പൂക്കൾ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ വളം ചേർത്തിട്ട് കുറച്ചായേ. ഈ കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വളങ്ങളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനിയും കുറെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ചെടിച്ചട്ടിയൊക്കെ നോക്കിയേ, ഇത് നമ്മൾ വാങ്ങിച്ചപ്പോൾ ഉള്ള ചട്ടിയാണേ. അപ്പൊ ഈ ചട്ടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. കുറച്ച് കഴിഞ്ഞ് ബൊഗേൻ വില്ലാസ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കണമല്ലോ. അപ്പൊ ഈ ഒരു ചെടിയിൽ നിന്നും ഒരു ചെറിയ കമ്പെടുത്ത് നട്ടു കൊടുത്താണ് കേട്ടോ. ഈ ഒരു ബൊഗേൻ വില്ല കണ്ടോ, ഡോക്ടർ റാവു എന്നാണ് കേട്ടോ പേര്. അപ്പൊ അതിന്റെ ഒരു കൊമ്പ് നട്ടു കൊടുത്തപ്പോൾ അത് കിളിർത്ത് വന്നിട്ടുണ്ട്. പിന്നെ കുറെ പൂക്കളൊക്കെ ഉണ്ടായിട്ട് ഉണങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ചില ബൊഗേൻ വില്ലാസ് ഉണങ്ങിയേ പോവുകയുള്ളൂ. അപ്പൊ അതിൻ്റെയൊക്കെ ഒന്ന് കൊമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അടുത്ത ഇലകൾ പെട്ടെന്ന് തന്നെ വന്ന് പൂക്കളായിക്കോളും. അപ്പൊ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബൊഗേൻ വില്ലാസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ കളർ വരുന്ന ബൊഗേൻ വില്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മെയിനായിട്ട് വൈറ്റും പിങ്കും ഒക്കെ മിക്സ്ഡ് ആയിട്ട് വരില്ലേ, ആ ഒരു കോമ്പിനേഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ തന്നെ ഒരു 4-5 വെറൈറ്റി എനിക്കുണ്ട്. അപ്പം ഞാൻ ആദ്യം വാങ്ങിച്ചതും കൂടി കാണിച്ചിട്ടുണ്ടല്ലോ, അതും ഇതേപോലെ ഡബിൾ കളറാണ് കേട്ടോ വരുന്നത്. ചിലതിൽ വൈറ്റ് ആയിരിക്കും കൂടുതൽ, ചിലതിൽ പിങ്ക് ആയിരിക്കും കൂടുതൽ. ചിലപ്പോൾ പെയിന്റ് അടിച്ച പോലെ കിടക്കും കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. ചിലതിൽ പെയിന്റ് അടിച്ചതിലേക്ക് സ്പ്രെഡ് ചെയ്യില്ലേ വേറെ കളറ്, അതേപോലെ കിടക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 4-5 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ചെടികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 5 പോട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ എടുക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടാതെ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു വളവും കൂടിയാണ്. അപ്പോൾ അതങ്ങോട്ട് മണ്ണിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പോട്ടി മിക്സ് കേട്ടോ. ഞാൻ പല വീഡിയോസിലും നമ്മുടെ ബയോബിലിൻ്റെ വളമാണ് ചേർക്കാറ്. എങ്കിലും ആദ്യമായിട്ട് ചെടികളൊക്കെ നടുമ്പോൾ ഞാൻ ഈ ഒരു മിക്സ് ആണ് കേട്ടോ കൊടുക്കാറ്.
ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹാങ്ങിങ് പോട്ടിൽ ഉണ്ടായിരുന്ന വെച്ച മണ്ണ് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അഡീഷണൽ അതിൽ വേണ്ട പോഷകങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതാ ഈ ഒരു പോട്ടിലേക്ക് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കംപ്ലീറ്റ്ലി നിറക്കുന്നില്ല, ഒന്നാമത്തിൽ ഹാങ് ചെയ്തിടുന്നതാണല്ലോ. അപ്പോൾ ഒരു ഹാഫ് വരുന്ന രീതിയിൽ മാത്രമേ ഞാൻ മണ്ണ് നിറച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇടയ്ക്ക് വളം ചേർക്കുമ്പോൾ ബയോബിനിലെ വളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് തീരെ ലൈറ്റ് വെയിറ്റ് ആണല്ലോ, അപ്പോൾ പിന്നെ ഇത്രയും തന്നെ മണ്ണ് മതിയാകും. പിന്നെ ഹാങ്ങിങ് പോട്ടിലായിട്ട് നമ്മൾ നടുമ്പോൾ ഒരുപാടൊന്നും നമ്മൾ അങ്ങോട്ട് പടർത്തി കൊണ്ടുപോവില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ കട്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുക. ബൊഗേൻ വിലാസ് നടുമ്പോൾ ഭയങ്കര സക്സസ് ആയിട്ടാണ് ഉണ്ടാവാറ്. ഒരു ചെടിയൊക്കെ ചീത്തയായി പോകാറുള്ളൂ, ബാക്കി എല്ലാം തന്നെ നമുക്ക് എളുപ്പത്തിൽ പിടിച്ച് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ദാ കൊമ്പുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലതിന് ഇലകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇലകളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നട്ടു കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത ചില ചെടികളിൽ ഇലകളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യമുള്ള എല്ലാ ലീഫും തന്നെ ഞാൻ അതിൽ നിന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഇതേപോലെ ഒന്ന് നട്ടു കൊടുക്കുന്നത്. അപ്പോൾ മണ്ണൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ, മണ്ണൊന്ന് സെറ്റാവാനായിട്ട്. സെറ്റായതിനു ശേഷം ചെടികൾ കൊമ്പുകൾ ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടി ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാനായിട്ട്. നമ്മളൊന്ന് നട്ട് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി മണ്ണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നോക്കി, എല്ലാ ചെടിച്ചട്ടിയും സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഹാങ് ചെയ്തിടാം. ഇത് ഞാൻ നേരത്തെ നട്ട് വെച്ചിരുന്ന വെച്ചാണ് കേട്ടോ. ഇതാ നോക്കി, പൂക്കളൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ ഉള്ളത്. എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നട്ടുകൊടുത്ത ആ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, അതിന് കുറച്ച് വളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ ഇങ്ങനെ തന്നെ കൊണ്ടുപോയി ഹാങ് ചെയ്തിടുകയാണ് കേട്ടോ. തണലത്തേക്കൊന്നും മാറ്റി വെക്കുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നട്ടിട്ട് എൻ്റെ ചെടികളൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തണലത്ത് അങ്ങനെ ബൊഗേൻ വിലാസ് വെക്കാറില്ല, ബാക്കി എല്ലാ ചെടികളും വെക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് കേട്ടോ ഞാൻ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മളുടെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ ഈ ഒരു ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ഇവിടെ എന്ത് വെയിലാണെന്നറിയോ, നല്ല രീതിക്ക് തന്നെ വെയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. വെയിലൊക്കെ കൂടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനലൊക്കെ ഒരു പരുവായിട്ടുണ്ട്. അപ്പം ഞാൻ അത്യാവശ്യമുള്ള ചെടികൾ അവിടെയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ബൊഗേൻ വിലാസിന് നല്ല വെയിൽ വേണം. ഇത് നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ജനൽ പെട്ടെന്ന് ചീത്തയാവുകയുമില്ല. അപ്പോൾ വെയിൽ ഇങ്ങോട്ടേക്ക് അടിച്ചോളും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. കഷ്ടിച്ചൊരാൾക്ക് നടക്കാനുള്ളൊരു ഗ്യാപ്പ് മാത്രമേ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളൂ. അപ്പോൾ അവിടെയാണ് കംപ്ലീറ്റ്ലി ഞാനിങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു കുറച്ച് ബൊഗേൻ വിലാസ്. പിന്നെ നിന്നിരുന്ന വെച്ചത് ഓർക്കിഡാണ് കേട്ടോ. ഓർക്കിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന ഒരു കളർ ഉണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ ഇപ്പുറത്ത് കിടന്നിരുന്ന വെച്ചത്. അപ്പോൾ ആ പ്ലാന്റ് ഒക്കെ ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആ സ്ഥാനത്താണ് ഇപ്പോൾ ബൊഗേൻ വിലാസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത് അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടല്ലോ, കളേഴ്സ്. അപ്പോൾ എല്ലാം കൂടി പൂവായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം അത് കാരണം നല്ല വെയിൽ കിട്ടുന്ന എല്ലാ ഭാഗത്തും ബൊഗേൻ വിലാസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒരു ഫ്രണ്ടിൽ ഇതേപോലെ കുറച്ച് പോർഷൻസ് ഉണ്ട് കേട്ടോ, അവിടെയും ബൊഗേൻ വിലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു മുളകിൻ്റെ തൈ മുളച്ച് വന്നായിരുന്നേ. ഞാൻ പറിച്ച് മാറ്റാനൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ചെടികളെല്ലാം തന്നെ ഞാൻ കൊമ്പ് വെട്ടി നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ. വളങ്ങളില്ലെങ്കിൽ തന്നെ ബൊഗേൻ വിലാസ് നല്ല രീതിക്ക് തന്നെ വളർന്നു വരുന്നതാണ്. പക്ഷെ അത്യാവശ്യം നമ്മൾ മണ്ണൊരുക്കുമ്പോൾ കുറച്ച് വളങ്ങളും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നന്നായിട്ട് തന്നെ വളരും. ഇത് കഴിഞ്ഞ ദിവസം നല്ലൊരു മഴയുണ്ടായിരുന്നേ. ആ മഴയത്ത് പൂക്കളൊക്കെ വാടി നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ് ഈ ഒരു പുല്ല് പിടിക്കുന്നത്. നന്നായിട്ട് മണ്ണിളക്കം ഉള്ളതുകൊണ്ടാണ് പുല്ല് പെട്ടെന്ന് വളരുന്നത്. കണ്ടില്ലേ, ഈ കാണുന്നതെല്ലാം തന്നെ കൊമ്പ് വെച്ച് പിടിപ്പിച്ചതാണ്.
അപ്പൊ ഇത്ര ഉള്ളത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.